മുംബൈയെ വീട്ടിൽ കയറി അടിച്ചു ഗുജറാത്ത് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. മനോഹരമായ അടി. വെറും അടിയല്ല, കാലിൽ പിടിച്ച് നിലത്തടിച്ചൊന്ന് ആദ്യമേ ഗുജറാത്തിലോട്ട് വിളിച്ച് അവിടെ വെച്ചൊരു അടി കൊടുക്കുന്നു. ഇപ്പം വാങ്കഡയിലോട്ട് നുഴഞ്ഞു കയറി അവരുടെ കാലിൽ പിടിച്ച് നിലത്തടിച്ചു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. മനോഹരമായ അടി. പ്ലേ ഓഫ് സ്വപ്നം കണ്ടിരിക്കുന്ന മുംബൈക്ക് ഏറ്റവും വൻ തിരിച്ചടിയാന്ന് പറയേണ്ടിയിരിക്കുന്നു ഇന്നലത്തെ അടി അത് ഹാർദിക് പാണ്ഡ്യയ്ക്കുള്ള ഗുജറാത്തിൻ്റെ സ്പെഷ്യൽ അടിയായിരുന്നു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. അത് ആശിഷ് നെഹ്റയുടെ പ്രതികാരത്തിൻ്റെ അടിയായിരുന്നു. ഗുജറാത്ത് മാനേജ്മെൻറ്റിൻ്റെ പ്രതികാരത്തിൻ്റെ അടിയായിരുന്നു ഇന്നലെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് മുംബൈ ടീമിന് കിട്ടിയ അടി എന്ന് പറയേണ്ടി. അംബാനിയുടെ കാശിന് വേണ്ടി ഗുജറാത്ത് ടീമിനെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയവനാണ് ഹാർദിക് പാണ്ഡ്യ. കാശിന് വേണ്ടി മാത്രം ഒരു ടീമിനെ പാതി വഴിയിൽ കളഞ്ഞിട്ട് പോയ ഹാർദിക് പാണ്ഡ്യ 2022 കപ്പ് നേടിക്കൊടുക്കുന്നു ടീമിന്, 2023 റണ്ണറപ്പ് ആക്കുന്നു. എന്നാൽ 2024 അംബാനി സാറ് വന്ന് കുറച്ച് പൈസ നീട്ടി കാണിച്ചപ്പോഴത്തേന് ആ പൈസയ്ക്ക് വേണ്ടി സ്വന്തം ടീമിനെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയ ഹാർദിക് പാണ്ഡ്യ. എന്നിട്ട് എന്ത് പറ്റി 2024 ഹാർദിക് പാണ്ഡ്യയുടെ മുംബൈ ടീമിൻ്റെ അവസ്ഥ നമുക്കറിയാം. ഇന്നലെ നിങ്ങൾ നല്ലൊരു പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കേണ്ടിയിരുന്നു. ഇന്നലെ നോക്കുകയാണെങ്കിൽ ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി അമ്പേ പരാജയം ആയിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ദീപക് ചഹാർ 15 റൺസ് പോയിട്ട് ഒരു 30 റൺസ് പോലും ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ബോളറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ന്യൂ ബോൾ സ്റ്റാർട്ട് ചെയ്യാൻ ദീപക് ചഹാർ ഓക്കെ, മിഡിൽ ഓവറിൽ ദീപക് ചഹാറിന് ബോൾ ചെയ്യാൻ കഴിയും. പക്ഷേ ഒരിക്കലും ഒരു 15 റൺസ് ലാസ്റ്റ് ഓവർ ഡിഫെൻഡ് ചെയ്യാൻ ദീപക് ചഹാറിന് കഴിയത്തില്ല. ദീപക് ചഹാറിൻ്റെ ഒരു ബോളിങ് സ്പീഡ് ഇത് എല്ലാം പരിശോധിക്കുമ്പോൾ ദീപക് ചഹാർ ലാസ്റ്റ് ഓവറിന് മറ്റൊരു ബോളറേ അല്ല ഹാർദിക് പാണ്ഡ്യ. നിനക്ക് 3 ഓവർ ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് ഹാർദിക് പാണ്ഡ്യ അവിടെ ബോൾ ചെയ്തില്ല? എന്തിനാ പേടിച്ച് മാറിയെന്ന്? കാരണം ആദ്യത്തെ ഓവർ തന്നെ 15 റൺസ് വഴങ്ങി നോ ബോൾ എറിയുന്നു. ഹാർദിക് പാണ്ഡ്യയുടെ കോൺഫിഡൻസ് ലെവല് വളരെ ദയനീയമായിരുന്നു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ഇന്നലത്തെ. ഹാർദിക് പാണ്ഡ്യയ്ക്ക് എന്തുകൊണ്ട് അവിടെ ട്രെന്റ് ബോൾട്ടിന്റെ ഒരു ഓവർ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല? എന്തിന് ട്രെന്റ് ബോൾട്ടിന് അവിടെ 4 ഓവർ കൊടുത്തു? ലാസ്റ്റ് ഓവർ ട്രെന്റ് ബോൾട്ടിനെ കൂട്ട് സ്പീഡ് ബോൾ എറിയുന്ന, യോക്കർ ബോൾ എറിയുന്ന, ഗുഡ് ലെങ്ത് ബോൾ എറിയുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബോളറിന്റെ ഭാഗത്തേക്ക് പോകേണ്ടിയായിരുന്നു. പ്രത്യേകിച്ച് ഫാസ്റ്റ് ബോൾ എറിയുന്ന ഒരു സ്പീഡ്, യോക്കർ ലെങ്തും ഒക്കെ എറിയാൻ കഴിയാവുന്ന ഒരു ബോളിലേക്ക് ഹാർദിക് പാണ്ഡ്യയ്ക്ക് ചിന്തിക്കാൻ അവിടെ കഴിഞ്ഞില്ല. ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി നോക്കുമെങ്കിൽ അവിടെ അമ്പേ പരാജയമായിരുന്നു പറഞ്ഞിരിക്കുന്നു. വിൽ ജാക്കിനെ 13ാമത്തെ ഓവർ കൊണ്ടുവരുന്നു, 15 റൺസ് അവിടെ വഴങ്ങുന്നു. കളിയുടെ എല്ലാ ഗതിയും അവിടെ മാറ്റിയെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ ആ 13ാമത്തെ ഓവറിൽ ബുംറയോ ബോൾട്ടിനെയോ അശ്വിനി കുമാറിനെയോ കൊണ്ടുവരാമായിരുന്നു. എന്നാൽ വെറും ഒരു പാർട്ട് ടൈം ബോളറായി വിൽ ജാക്കിലേക്ക് തിരിയാനുള്ള കാരണം മനസ്സിലാവുന്നില്ല. ആൾറെഡി മഴ പെയ്യുന്നുണ്ട്, ബോൾ ഗ്രിപ്പ് ചെയ്യാൻ കഴിയത്തില്ല സ്പിന്നർമാർക്ക്. നിങ്ങൾ നോക്കുമെങ്കിൽ ഗുജറാത്തിൻ്റെ സ്പിന്നർമാർ ബോൾ നല്ല രീതിയിൽ ഗ്രിപ്പ് ചെയ്തു, അവർക്ക് നല്ല രീതിയിൽ ഗ്രിപ്പ് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ മഴ പെയ്ത് നിൽക്കുമ്പോഴത്തേന് വിൽ ജാക്കിലോട്ട് പോയ തീരുമാനം അമ്പേ പരാജയമായി പോയി. ഹാർദിക് പാണ്ഡ്യ ഇന്നലത്തെ തോൽവിയുടെ ഉത്തരവാദിത്തം ഞാൻ ഹാർദിക് പാണ്ഡ്യയുടെ മുകളിൽ തന്നെ കെട്ടിവെക്കും. നോക്കുകയാണെങ്കിൽ ബാറ്റിങ്ങിൽ അമ്പേ പരാജയം, ഫീൽഡിങ്ങിൽ അമ്പേ പരാജയം, ലാസ്റ്റ് ഒരു റൺ ഔട്ട് ആക്കാനുള്ളൊരു ചാൻസാണ് ഹാർദിക് പാണ്ഡ്യ കൊണ്ട് കളഞ്ഞതെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. അത്രയും ഒരു ക്ലോസ് ആയിട്ട് ദീപക് ചഹാറിനേലും തെറ്റുണ്ട്. ദീപക് ചഹാർ പോയി നടുക്ക് നിൽക്കുമോ ഞാൻ നോക്കിക്കൊണ്ട് കണ്ടുകൊണ്ട്. ദീപക് ചഹാറിന് ഓടി സ്റ്റമ്പിൻ്റെ അടുത്ത് വരായിരുന്നു. എങ്ങോ നിന്ന സൂര്യകുമാർ യാദവ് ഓടി സ്റ്റമ്പിൻ്റെ അടുത്ത് വന്ന് സ്റ്റംപ് ചെയ്യാൻ നോക്കുന്നു, പക്ഷേ ചാൻസ് കിട്ടില്ല. പക്ഷേ ഏറ്റവും നല്ല ചാൻസ് ദീപക് ചഹാറിന് അവിടെ ഓടി വരായിരുന്നു. ദീപക് ചഹാറിന് ആദ്യത്തെ ബോൾ 4 പോയപ്പോഴേ കോൺഫിഡൻസ് ലെവൽ എല്ലാം പോയെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. ഓടിച്ചെന്ന് രണ്ടുപേരും കൂടെ പുതിയ ബോൾ വേണം. അമ്പയർ പറഞ്ഞു ഓടിക്കോ, ബാക്കി അടിയും കൂടെ വാങ്ങിച്ച് കൂട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് അമ്പയർ ഓടിച്ചു വിടുന്നു. അവസാനത്തെ ഓവറിൽ ആദ്യത്തെ ബോൾ 4 പോയപ്പോഴത്തേന് ചെന്ന് ചോദിക്കുക പുതിയ ബോൾ വേണമെന്ന്. അതുവരെ എവിടെയായിരുന്നു മിസ്റ്റർ ഹാർദിക് പാണ്ഡ്യ? ദീപക് ചഹാർ അമ്പയർ പറഞ്ഞു ഓടിക്കോ, ബാക്കിയുള്ള അടിയും കൂടെ വാങ്ങിച്ച് കിട്ടിക്കോ. കോഡ്സി അവിടെ റെഡി ആയിട്ട് പോകുന്നു തന്നെ അടിക്കാൻ. ബാക്കി കോഡ്സിയും കൂടെ കൊടുത്തു ഒരു 6. എന്ത് പ്ലാനായിരുന്നു? ഇവർ വിചാരിച്ചോ കോഡ്സി ഒരു സാധാരണ പ്ലെയർ ആണെന്ന്, ഒരു ബോളറാണെന്ന് ഇവർ വിചാരിച്ചോ? ഇന്ത്യക്കെതിരെ ഒരു കളി ജയിപ്പിച്ച ഒരു വ്യക്തിയാണ് കോഡ്സെ. ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും കൂടെ നടന്ന ഒരു ടൂറിൽ നമ്മൾ കണ്ടതാണ്. സ്റ്റബ്സും കോഡ്സിയും കൂടെ നിന്ന് ഒരു കളി ഇന്ത്യയെ പരാജയപ്പെടുത്തി. കോഡ്സിക്കെതിരെ ഒരു പ്ലാനും ഇല്ലായിരുന്നു. രാഹുൽ തിവാട്ടി അവിടെ സിംഗിൾ എടുത്ത് മാറണമെങ്കിൽ കോഡ്സിയുടെ ലെവല് ഏതാണെന്ന് മുംബൈ മനസ്സിലാക്കിയില്ല. രാഹുൽ തിവാട്ടിക്ക് അറിയായിരുന്നു. രാഹുൽ തിവാട്ടി ഒരു ബോൾ 4 അടിക്കുന്നു, അടുത്ത ബോൾ സിംഗിൾ എടുത്ത് കോഡ്സിക്ക് കൊടുക്കുന്നു. കോഡ്സി വന്ന് കണ്ട മനോഹരമായൊരു ഷോട്ട് കണ്ട സ്ട്രേറ്റ് അടിക്കുന്നു. അവിടെ പരാജയപ്പെട്ടു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്നലത്തെ സൂപ്പർ രാഹുൽ തിവാട്ടി ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഗുജറാത്തിന് പറ്റിയൊരു പ്ലെയർ ആയിരുന്നു. അതുപോലെ തന്നെ കോഡ്സിയുടെ നല്ല പെർഫോമൻസ് സൂപ്പർ, നല്ലൊരു പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കുന്നു. ഗുജറാത്തിൻ്റെ ഗെയിം പ്ലാൻ അവിടെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ 3 ക്യാച്ച് അവിടെ കൊണ്ട് കളഞ്ഞു, 2 റിവ്യൂ അവിടെ ആവശ്യമില്ലാതെ കൊണ്ട് കളഞ്ഞു. പക്ഷേ ആ ക്യാച്ച് നഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു വിഷമത്തിലോ ആ ഒരു വിക്കറ്റ് നേടുക, വിൽ ജാക്കും സൂര്യകുമാർ യാദവും നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അവർ ഒരു വിക്കറ്റ് നേടുക എന്നുള്ള കൂടി റിവ്യൂ അവിടെ കൊണ്ട് കളയുന്നു, ക്യാച്ച് 3 കൊണ്ട് കളഞ്ഞു. നോക്കുകയാണെങ്കിൽ ടൈം ഔട്ടിൽ ശിഷ്ണേറ വരുന്നു, ടീമിന് നല്ല രീതിയിലുള്ള പ്രചോദനം കൊടുക്കുന്നു, അവർക്ക് ബൂസ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് സ്പിന്നർമാരെ മനോഹരമായി യൂട്ടിലൈസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. സായി കിഷോർ, റാഷിദ് ഖാൻ ഒരു പോരാളി തന്നെയാണ്. സത്യം പറഞ്ഞാൽ റാഷിദ് ഖാൻ ഇഞ്ചുറി കഴിഞ്ഞ്, ഒരു ബാക്ക് ഇഞ്ചുറി കഴിഞ്ഞ് വരുവാണ്. അത്രമാത്രം ഒരു ഫുള്ളി ഫിറ്റ് അല്ലായിരുന്നു റാഷിദ് ഖാൻ.
പല രീതിയിൽ റൺ വഴങ്ങുന്നു, ചില കളിയിൽ കളിക്കുന്നു, ചില കളിയിൽ അൻപേ പരാജയമായിരുന്നു. എന്നാൽ ഇന്നലെ വന്ന് മനോഹരമായി കളിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. സൂപ്പർ പെർഫോമൻസ്. അതുപോലെ തന്നെ സായി കിഷോർ സൂപ്പർ മനോഹരമായി അവിടെ പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഇന്നലെ ഗുജറാത്തിൻ്റെ പ്ലാനിങ് ഞാൻ പറഞ്ഞത്. 89 റൺസിൽ 2 വിക്കറ്റ് നഷ്ടപ്പെടുന്നു 10 ഓവറിൽ. അവിടുന്ന് എങ്ങനെ പോയാലും ഒരു 190 200 റൺസ് കണ്ടെത്താൻ കഴിയും. 8 വരെ അവർക്ക് ബാറ്റ് ചെയ്യാം. ദീപക് ചഹാർ അടക്കമുള്ളവർ ബാറ്റ് ചെയ്യും. ബോഷുണ്ട്, ദീപക് ചഹാറുണ്ട്, ഇവർക്കെല്ലാം ബാറ്റ് ചെയ്യാൻ കഴിയും. പവർ ഹിറ്റർമാർ വരാനേ ഉള്ളായിരുന്നു. എന്നാൽ അവിടെ കളി തിരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. സൂര്യകുമാർ യാദവിനെ സ്വീപ്പ് ഷോട്ട് അടിക്കാൻ ഇന്നലെ സമ്മതിച്ചതേ ഇല്ലെന്ന് പറഞ്ഞിരിക്കുന്നു. സൂര്യകുമാർ യാദവേ, ഇന്ന് നിന്നെ ഞങ്ങൾ സ്വീപ്പ് ഷോട്ട് അടിക്കാൻ സമ്മതിക്കത്തില്ല, ഞങ്ങൾ സ്ക്വയർ ലെഗിൽ ഫീൽഡർ ഇടും. ഇന്നലെ മനോഹരമായിട്ട് സ്ക്വയർ ലെഗിൽ ഫീൽഡർ ഇടുന്നു. സൂര്യകുമാർ യാദവിന് സ്വീപ്പ് ഷോട്ട് അടിക്കാൻ അനുവദിച്ചതേ ഇല്ല. ഒരു 4 അടിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് സ്ക്വയർ ലെഗിൽ ഫീൽഡർ ഇട്ടു, അവിടെ തടഞ്ഞു വെച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ സായി കിഷോറിനെ കൊണ്ടുവരുന്നു. 80-75 സ്പീഡിൽ ബോൾ ചെയ്യിപ്പിക്കുന്നു. വളരെ സ്ലോ ബോളിൽ ബോൾ ചെയ്യുന്നു. ഓഫ് സൈഡിൽ ബോൾ ഇട്ട് കൊടുക്കുന്നു. ഞാൻ ബോളിൻ്റെ സ്പീഡ് കൂട്ടത്തില്ല, നീ വേണമെങ്കിൽ ബാറ്റിൻ്റെ സ്പീഡ് കൂട്ടി 6 അടിച്ചോ. എന്നാൽ അവിടെ ടൈമിംഗ് നഷ്ടമാകുന്നു. സൂര്യകുമാർ അവിടെ വിക്കറ്റ് കൊണ്ട് കളയുന്നു. വിൽ ജാക്ക് കണ്ടിന്യൂസ് അവിടെ റാഷിദ് ഖാനെതിരെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. കറക്റ്റ് ടൈമിൽ റാഷിദ് ഖാനെ കൊണ്ടുവരുന്നു. വിൽ ജാക്കിൻ്റെ വിക്കറ്റ് അവിടെ എടുത്തുകൊണ്ട് പോകുന്നു. ആ ഡേഞ്ചറസ് വിക്കറ്റ്. അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ 11, 12, 13, 14 4 ഓവറിൽ അടുപ്പിച്ച് വിക്കറ്റ് കളയുന്നു. ആർത്തിക് പാണ്ഡ്യ തൻ്റെ വിക്കറ്റ് വലിച്ചെറിഞ്ഞിട്ട് പോകുന്നു. ആർത്തിക് പാണ്ഡ്യക്കെതിരെ മനോഹരമായൊരു പ്ലാൻ ആയിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഗുജറാത്തിൻ്റെ സ്ലോ ബോൾ ഗ്രിപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നു. അത് കണക്റ്റ് ആവുന്നില്ല. ഗില്ലിൻ്റെ കയ്യിൽ, സ്ലിപ്പിൻ്റെ കയ്യിൽ തന്നെ ക്യാച്ച് കൊടുത്തിട്ട് ആർത്തിക് പാണ്ഡ്യ അവിടെ മടങ്ങുന്നു. അതുപോലെ തന്നെ രോഹിത് ശർമ്മ, നമുക്ക് കറണ്ട് ബോളർമാർക്കെതിരെ എപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ബാറ്ററാണ് നമ്മുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. ഒരു ഫുൾ ലെങ്ത് ഡെലിവറി അല്പം ഒന്ന് സ്വിങ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അമ്മച്ചി എന്ന് പറഞ്ഞ് ഔട്ടാവുന്ന ഒരു ബോളറാണ് രോഹിത് ശർമ്മ. അതേപോലെ തന്നെ ഇന്നലെ ലെഫ്റ്റ് ഹാൻഡറെ കൊണ്ടുവരുന്നു. അവിടെ സ്ട്രഗിൾ ചെയ്തു. രോഹിത് ശർമ്മയുടെ വിക്കറ്റ് എടുത്തുകൊണ്ട് പോകുന്നു. ഓവറോൾ നോക്കുകയാണെങ്കിൽ സൂപ്പർ പ്ലാനിങ് ആയിരുന്നു. നല്ലൊരു പെർഫോമൻസ്. ഇതിൽ ഞാൻ പ്രശംസ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആശിഷ് നെഹ്റ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ആ മനുഷ്യൻ്റെ എഫേർട്ട്, ഈ മനുഷ്യന് ഉറക്കമില്ല, ഊണുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല എന്തോ അനാഥ പ്രേതങ്ങളെ കൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. ഈ മനുഷ്യൻ സൂപ്പർ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. ആ ടീമിനെ ഫുള്ള്, അവരുടെ കോച്ചിങ് സ്റ്റാഫിനെ എല്ലാം ഞാൻ അഭിനന്ദിക്കുന്നു. ഓരോ ബാറ്റർക്കെതിരെ കറക്റ്റ് പ്ലാനും പദ്ധതിയുമായിട്ട് വരുന്നു, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. 3 ക്യാച്ച് കളഞ്ഞില്ലായിരുന്നെങ്കിൽ മുംബൈയുടെ അവസ്ഥ ഇതിലും ദയനീയമായി പോയേനെ. പിന്നെ ഗുജറാത്തിൻ്റെ അവിടുത്തെ പെർഫോമൻസ് അവിടെ പരിശോധിക്കുകയാണെങ്കിൽ ഗില്ലിൻ്റെ അനാവശ്യ ഷോട്ടാന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. അവിടെ നമുക്കറിയാം ആ 15ാമത്തെ ഓവറിൽ ബുംറ വിക്കറ്റ് എടുക്കാനാണ് വരുന്നത്. ബുംറയുടെ ഓവറിൽ നിങ്ങൾ റണ്ണ ബോൾ കളിച്ചിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ബുംറയുടെ ഓവറിൽ അനാവശ്യ ഒരു ഷോട്ടിനും പോകുന്നു ഗില്ല്, അവിടെ വിക്കറ്റ് കൊണ്ട് കളയുന്നു. അതുപോലെ തന്നെ ഷാറുഖ് ഖാൻ ഒരു അനാവശ്യ ഷോട്ട്, ആൾറെഡി ഒരു 4 അടിച്ച് നിൽക്കുക. ബുംറ അത്ര എളുപ്പമല്ല ബൗണ്ടറി കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ, അതും ഒരു അനാവശ്യ ഷോട്ട് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. ഒരു സീരിയസ് ഇല്ലാതെ ഷാറുഖ് ഖാൻ ഇന്നലെ അവിടെ കളിച്ചു. രാഹുൽ തിവാട്ടിയ, ബോട്ട്സെ, ബട്ട്ലർ, വാഷിംഗ്ടൺ സുന്ദറിനെ കാട്ടി ഞാൻ പ്രിഫർ ചെയ്യുന്നത് റുദർഫോർഡിനെയാണ്. റുദർഫോർഡ് നല്ലൊരു പെർഫോമൻസ് അവിടെ കാഴ്ചവെച്ചു. ആ പ്രഷർ അവിടെ കുറച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. നല്ല രീതിയിൽ ഇന്നലെ അവിടെ ഒരു ബാറ്റിംഗ് പെർഫോമൻസ് അവിടെ കാഴ്ചവെച്ചു. എന്നാ ബോളിംഗ് ആയിരുന്നേ മുംബൈയുടെ. ബുംറ, ദീപക് ചഹാർ, അശ്വിനി കുമാർ, ബോൾട്ട്, ഇവരെല്ലാം നല്ല തീപ്പൊരിയായിട്ട് നിൽക്കുമായിരുന്നു, പറന്ന് നിൽക്കുമായിരുന്നു. ഒരു 180 190 റൺസ് ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിട്ട് ഇവർ ഡിഫെൻഡ് ചെയ്ത് കൊടുത്തേനെ. പക്ഷേ ഇന്നലെ മഴ പെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ, ബോൾ നനയും, പിന്നെ ഗ്രിപ്പ് കിട്ടാൻ പാടാ, കറക്റ്റ് ലെങ്തിൽ ബോൾ ഹിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ അതിൻ്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. എന്നാലും ബുംറ ഇന്നലെ മനോഹരമായിട്ട് ബോൾ ചെയ്യുന്നു. ബോൾട്ട് മനോഹരമായി ബോൾ ചെയ്യുന്നു. സായ് സുദർശൻ്റെ വിക്കറ്റ് ഉണ്ടായിരുന്നല്ലോ, കറക്റ്റ് പ്ലാനിങ് ആയിരുന്നു. വരുന്നു ഓഫ് സൈഡിൽ സായ് സുദർശൻ എന്തായാലും ചെറുതായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു സ്ട്രഗിൾ മനസ്സിലാക്കി കറക്റ്റ് ഡെക്കിൽ തന്നെ ഹിറ്റ് ചെയ്ത് ബോൾ ചെയ്ത് വിക്കറ്റ് എടുക്കുന്നു. സൂപ്പർ. നോക്കുകയാണെങ്കിൽ ബോളിംഗ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നല്ലപോലെ ബോൾ ചെയ്തു ഫാസ്റ്റ് ബോളർമാരെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഗുജറാത്തിൻ്റെ സൂപ്പർ പെർഫോമൻസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ പോയിന്റ് ടേബിൾ ഗുജറാത്ത് 1ാം സ്ഥാനത്തെത്തി. ഇനിയിപ്പോൾ ടോപ്പ് 2 വേണ്ടിയുള്ള മത്സരമാണ്. ഇനി അവർക്കുള്ള മത്സരം നോക്കുകയാണെങ്കിലും ഡൽഹിയാണ്, LSG ആണ്. കുഴപ്പമില്ല, ഇവർക്ക് ജയിക്കാൻ കഴിയും. എങ്ങനെ ആയാലും ഒരു മത്സരം കൂടെ ജയിച്ചു കഴിഞ്ഞാൽ ഗുജറാത്ത് എന്തായാലും പ്ലേ ഓഫ് കൺഫേം ആക്കും. ടോപ്പ് 2 അല്ലെങ്കിൽ ടോപ്പ് 1 എന്തായാലും ഉറപ്പായിട്ട് ഇവരെ കാണാൻ തന്നെ കഴിയുമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ മുംബൈക്ക് ഇനിയുള്ള മത്സരം വളരെ നിർണായകമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. ഇനിയുള്ള മത്സരം പഞ്ചാബാണ്, ഡൽഹിയാണ്. ഇവർ രണ്ടും പ്ലേ ഓഫിന് വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയുടെ ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ വിട്, പക്ഷേ ഡൽഹി അങ്ങനെ അത്ര ലൈറ്റായിട്ട് എടുക്കരുത്. മുംബൈ പണി കിട്ടുമെന്ന് തന്നെ പറയാനുള്ളത്. സൂപ്പർ. പ്ലേ ഓഫ് സാധ്യതകൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുവാണ്. ഇനി ഏത് ടീം എപ്പം വേണമെങ്കിലും പുറത്താവാം. ചിലപ്പോൾ മുംബൈ തന്നെ പുറത്തേക്ക് പോകാനുള്ള എല്ലാ വഴികളും ഇന്നലെ മുംബൈ തന്നെ തുറന്നിട്ടു. എന്തായാലും കാത്തിരുന്ന് കാണുക. ഈ ദിവസങ്ങളിൽ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇനിയുള്ള മത്സരങ്ങളെല്ലാം.